നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതമാണ് ഹിന്ദുമതം. ഭാരതമാണ് അതിൻ്റെ ആസ്ഥാനം. നേപ്പാളിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഹിന്ദുമതമുണ്ട്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഹിന്ദു വിശ്വാസികളുണ്ട്. ഭാരത പാരമ്പര്യവും പൈതൃകവും പേറുന്നവരും അവരുടെ പിന്തുടർച്ചക്കാരും മാത്രമല്ല, തദ്ദേശീയരായ മനുഷ്യർ പോലും ഹിന്ദുമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. സമഗ്ര ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിൽ സ്വാഭാവികമായും തലമുറകളായി ഹിന്ദുക്കൾ താമസിച്ചു വരുന്നു. പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമായി ഹിന്ദുക്കൾ താരതമ്യേന ബംഗ്ലാദേശിൽ സുരക്ഷിതരായിരുന്നതിനാൽ അവിടെ ഹിന്ദു വിശ്വാസങ്ങൾക്കോ ഹിന്ദു സംസ്കാരത്തിനോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ഹിന്ദു സമൂഹം ന്യൂനപക്ഷ അവകാശങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് മുമ്പോട്ട് പോയി. എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 5 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ഓഗസ്റ്റ് 8 നോബൽ സമാധാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനുസ് ഇടക്കാല പ്രധാനമന്ത്രിയായി. ഷെയ്ഖ് ഹസീന രാജിവെച്ച സാഹചര്യത്തിൽ അവിടെ വലിയ തോതിൽ ന്യൂനപക്ഷ വിരോധം സംഭവിക്കുകയും അനേകം ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. മുഹമ്മദ് യൂനുസ് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണെങ്കിലും ന്യൂനപക്ഷ വേട്ട തടയാനോ അവസാനിപ്പിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള മൗലികാവകാശം നിഷേധിക്കപ്പെടുന്നു. അവരുടെ മേൽ കള്ളക്കേസുകളിൽ എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്നു. ഹിന്ദു പുരോഹിതനും ഇഷ്കോൺ എന്ന ആഗോള ഹിന്ദു സംഘടനയുടെ നേതാവുമായ ചിന്മയ കൃഷ്ണദാസ് ബ്രഹ്മചാരി കഴിഞ്ഞ ദിവസം അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ഹിന്ദു റാലിയിൽ വെച്ച് ദേശീയ പതാകയെ പരിഹസിച്ചു എന്ന തരത്തിൽ ആരോ കൊടുത്ത ഒരു പരാതിയുടെ പുറത്താണ് ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ജാമ്യം നിഷേധിക്കപ്പെട്ട് ചിന്മയ കൃഷ്ണദാസ് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇത് ഹിന്ദു വിശ്വാസികളിൽ അസ്വാരസ്യമുണ്ടാക്കുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തു. അതൊരു ലഹളയിലേക്ക് നീങ്ങുകയും ചിന്മയ കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു. പോലീസുകാർ അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതോടെ ചിന്മയ കൃഷ്ണദാസ് പ്രവർത്തിച്ച ആഗോള ഹിന്ദു സംഘടനയായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യൻഷ്യസ് ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. ഈ ഇഷ്കോണെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വന്ന ഒരു കേസിൽ മുഹമ്മദ് യൂനുസ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇതൊരു ഭീകര സംഘടനയാണ് എന്ന് പറയുന്നു. അതിന് തെളിവുകൾ ആവശ്യപ്പെട്ട് കോടതി കാത്തിരിക്കുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധരായ സകല മനുഷ്യരെയും ഞെട്ടിച്ച നിലപാടാണ് ബംഗ്ലാദേശ് സർക്കാർ കോടതിയിലെടുത്തത്. ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതി എന്ന ജനാധിപത്യ വിരുദ്ധമായ അവകാശത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ബംഗ്ലാദേശി ജനാധിപത്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് നിരോധനം നീക്കിയതിന് ശേഷമാണ് ഇഷ്കോണെ നിരോധിക്കാനും അതൊരു ആഗോള ഹിന്ദു ഭീകര സംഘടനയാണ് എന്ന് പ്രഖ്യാപിക്കാനും ബംഗ്ലാദേശ് സർക്കാർ തയ്യാറായത്. ലോകത്തെ തന്നെ ഏറ്റവും സമാധാനപ്രിയരായ മനുഷ്യരുടെ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഇഷ്കോൺ. 1968 ഭക്തി വേദാന്ത സ്വാമി എന്ന ഹിന്ദു പുരോഹിതൻ അമേരിക്കയിൽ ആരംഭിച്ചതായിരുന്നു ഇഷ്കോൺ എന്ന ഹിന്ദു വൈഷ്ണവ പ്രസ്ഥാനം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഹിന്ദു ദൈവങ്ങളിൽ ഏറ്റവും ഉയർന്നത് കൃഷ്ണനാണ്. കൃഷ്ണന്റെ ജീവിതമാണ് എല്ലാ ഹിന്ദുക്കളും മാതൃകയായി പഠിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ഇഷ്കോൺ. വിദ്യാസമ്പന്നരും സമ്പന്നരുമായ ആളുകളാണ് ഭൂരിഭാഗവും അതിൻ്റെ അംഗങ്ങൾ. 10 ലക്ഷത്തിലധികം അംഗങ്ങൾ ലോകമെമ്പാടുമായി ഇഷ്കോണിനുണ്ട്. സായിപ്പുമാരും മദാമുമാരും അടക്കം പാശ്ചാത്യ രാജ്യങ്ങളിൽ അനേകം പേർ ഇതിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. സ്നേഹമാണ് അതിൻ്റെ മുഖമുദ്ര. മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കാമൂ, ഉള്ളിയും വെളുത്തുള്ളിയും പോലും ഉപയോഗിക്കരുത്, സിഗരറ്റോ ബീഡിയോ മദ്യമോ ലഹരിയോ ഒക്കെ പോട്ടെ, ചായയോ കാപ്പിയോ പോലും കുടിക്കരുത്, പരസ്ത്രീ ബന്ധം അരുതേ തുടങ്ങിയ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇഷ്കോൺ. സ്നേഹമാണ് അതിൻ്റെ അടിത്തറ. ഗീതയാണ് അതിൻ്റെ വേദഗ്രന്ഥം. ഗീത പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, ഗീതയിലെ സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ സന്ദേശമാക്കി മാറ്റുക എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മറ്റെല്ലാ മതസംഘടനകളെയും പോലെ തന്നെ കുട്ടിപ്പീഡനമടക്കമുള്ള പല വിവാദങ്ങളും പല കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇഷ്കോണിൻ്റേത്. ആ ഇഷ്കോൺ ഇന്നേ വരെ ഒരു കലാപത്തിനോ
ബഹളത്തിനോ ക്രിമിനൽ കുറ്റകൃത്യത്തിനോ കൂട്ടുനിന്നതായി ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ ഇഷ്കോണാണ് ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്ന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സഹായിക്കാനോ അവരെ സംരക്ഷിക്കാനോ ലോകത്താരും തയ്യാറാവുന്നില്ല. ഇന്ത്യയിൽ മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഐക്യരാഷ്ട്രസഭയോ അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകളോ ഒന്നും ബംഗ്ലാദേശിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല. ഇവിടെ മുസ്ലിമുകൾക്ക് നേരെ വംശഹത്യ നടക്കുന്നു എന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ ഒന്നും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ദയനീയമായ സ്ഥിതിയെ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. എന്തിനേറെ ഹിന്ദു വിശ്വാസത്തിന്റെ അടിത്തറ രൂപപ്പെട്ട ലോകത്തെ ഏറ്റവും അധികം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതത്തിന്റെ ഭരണാധികാരിയായ മോദി പോലും വേണ്ടതുപോലെ ഇടപെടുന്നില്ല. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് തന്നെ അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേവലം ഒരു പ്രസ്താവനയിലൂടെ മാത്രം ഉറപ്പാക്കേണ്ടതല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുള്ള പിന്തുണ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുകയും ആ രാജ്യത്തിന് കാവൽ നിൽക്കുകയും ചെയ്ത ഇന്ത്യ തീർച്ചയായും അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർ അനാവശ്യമായി ദുരന്തം അനുഭവിക്കുന്നെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അഴിമതിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ പാടിപ്പുകഴ്ത്തപ്പെട്ട ബംഗ്ലാദേശ് വിപ്ലവം വാസ്തവത്തിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കും പീഡനത്തിനുമുള്ള ഒരു വിപ്ലവമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നിൽക്കാൻ പാടില്ല. ബംഗ്ലാദേശുമായുള്ള ഭാരതത്തിന്റെ തന്ത്രപൂർവമായ ബന്ധത്തിന് കോട്ടമൊന്നും തട്ടാതിരിക്കാൻ, ചൈന അവസരം മുതലെടുക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഭാരതത്തിന്റെ ഭരണാധികാരികൾ കൂടി ഉപേക്ഷിച്ചാൽ, തിരിഞ്ഞു നോക്കാതിരുന്നാൽ അവിടുത്തെ ഹിന്ദുക്കളുടെ ജീവിതാവസ്ഥ കഷ്ടമായി തീരും. ഹിന്ദു വിശ്വാസത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് മാത്രം തെരുവിൽ കൊല്ലപ്പെടുക എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന ഒന്നല്ല. എവിടെയാണ് ഈ നാട്ടിലെ മനുഷ്യാവകാശ സംഘടനകൾ? എവിടെയാണ് മുസ്ലിം വംശഹത്യ നടക്കുന്നു എന്ന നുണക്കഥയുണ്ടാക്കി പലപ്പോഴും ബഹളം വയ്ക്കുന്ന ചാനൽ ചർച്ചക്കാർ? എവിടെയാണ് സ്ത്രീപക്ഷവാദികളും പുരോഗമനവാദികളും? ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അവരുടെ മതത്തിന്റെ പേരിൽ തുടർച്ചയായി വേട്ടയാടപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ നിശബ്ദരായിരിക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെയാണ് ന്യൂനപക്ഷ സംരക്ഷകരും മനുഷ്യാവകാശ സംരക്ഷകരുമാകുന്നത്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഇന്ത്യ അല്പം പോലും സമയം കളയരുത്. ആ ജനതയുടെ ജീവിക്കാനുള്ള അവകാശം എത്രയും വേഗം സംരക്ഷിക്കപ്പെടണം.